നമസ്കാരം. കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം. ആർക്കും വേണ്ടാത്ത കുരുന്നുകൾക്കായി ഒരു കൂട്, അവർക്ക് കൂട്ടായി 2 പേർ. ലൈംഗിക തൊഴിലാളികൾ എന്ന് സമൂഹം വിളിക്കുന്ന സ്ത്രീകളുടെ കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തുകയാണ് അനിലും റോജയും. തിരുവനന്തപുരം പൂജപ്പുരയ്ക്കടുത്താണ് ഈ കൂട്, ഈ ചില്ല. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായ ചില്ലയിൽ ഇവർക്കൊരു കൂടുണ്ട്, കൂട്ടിരിക്കാൻ ആളുമുണ്ട്. അവർ കൂട്ടത്തോടെ പാടുന്നു, ഉള്ളു തുറന്ന്. തണലു കിട്ടാൻ തപസിലാണ് ഇവിടെ എല്ലാ മലകളും. ദാഹനീരിനു കേഴുകയാണ് ഇവിടെ എല്ലാ പുഴകളും. ഇവർക്കിത് പുതിയ ജന്മമാണ്. റോഡിലും ബസ് സ്റ്റാൻഡിലും അഴുക്കുചാലിലും ഒടുങ്ങിത്തീരുമായിരുന്ന ജീവിതങ്ങളാണ് പ്രതീക്ഷയുടെ പുതുലോകത്തെത്തിയിരിക്കുന്നത്. സദാചാരത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നവർക്ക് രാത്രിയിൽ ഇരയാകാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ഭാഗമാകേണ്ടിയിരുന്നവരാണ് ഇവർ. എന്നാൽ ഇന്ന് അനിലിന്റെയും റോജയുടെയും ചില്ലയിൽ ഇവരുടെ ഭാവി സുരക്ഷിതമാണ്. 1998 തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ലൈംഗിക തൊഴിലാളികളുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ വെച്ചാണ് അനിലിന്റെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരാശയം ഉണ്ടാകുന്നത്. അവരുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതിലെന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു താല്പര്യത്തിലാണ്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുക എന്നുള്ള താല്പര്യത്തിലാണ് ഞാൻ ആ മീറ്റിങ്ങിൽ പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. കുട്ടികളെ റോഡിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ, ഷെൽട്ടർ ഇല്ലാത്ത ആളുകൾ, ബസ് സ്റ്റാൻഡ് ബേസ്ഡ്, റെയിൽവേ സ്റ്റേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ആ കുട്ടികളെ പഠിപ്പിക്കാനും അവർക്കൊരു മെച്ചപ്പെട്ട ജീവിതം കിട്ടാനും എന്തെങ്കിലും ചെയ്യാമോ എന്നാലോചിക്കുക. ആദ്യപടി ഇത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തലായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് 137 കുട്ടികളെയാണ് ആദ്യം കണ്ടെത്തിയത്. ഇവരെ പുനരധിവസിപ്പിക്കലായിരുന്നു അടുത്ത കടമ്പ. അനാഥാലയങ്ങളിലും മറ്റ് സ്ഥാപനങ്ങളിലുമായി ഇക്കാര്യവും ശരിയായി. ഈ കുഞ്ഞുങ്ങളെ ഇത്തരം സ്ഥാപനങ്ങളിൽ പ്ലേസ് ചെയ്തപ്പോഴാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഭീകരമായ പ്രശ്നങ്ങൾ. കാര്യം ഇത്തരം കുഞ്ഞുങ്ങളെ, ഈ അമ്മമാരുടെ കുഞ്ഞുങ്ങളെ അഡ്മിറ്റ് ചെയ്യാൻ സ്ഥാപനങ്ങൾക്ക് പറ്റില്ല, വലിയ പാടാണ്. അവരുടെ ഒരു ഓർഫനേജ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലായിരിക്കും, ആ ഒരു സിസ്റ്റത്തിലാണ് ആ സ്ഥാപനം നടക്കുന്നത്. അപ്പോൾ ഈ അമ്മമാരെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ അമ്മമാർ റോഡിൽ നിൽക്കുന്നവരാണ്. അപ്പോൾ ഇവർ നല്ല സ്ട്രെസ്സാണ് റോഡിൽ നിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ ഓരോ നിമിഷവും സ്ട്രഗിൾ ചെയ്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ സ്ത്രീകൾക്ക് ഈ കുഞ്ഞുങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. അവരെന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ഈ കുട്ടികളുണ്ട്, ഇല്ലെങ്കിൽ വേറെ രോഗികളായിട്ടുള്ളോ അല്ലെങ്കിൽ വളരെ വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള ആളുകളെ സംരക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർക്കിപ്പോൾ കുറച്ച് പണം കിട്ടി. ആ പണം കിട്ടിയാൽ തന്നെ അവർക്കത് എൻജോയ് ചെയ്യണമെങ്കിൽ ആ കുഞ്ഞിന് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണം, ആ കുട്ടിക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണം കൊടുക്കുകയും നല്ലൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്താലേ അവർക്ക് ആ പണം എൻജോയ് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ കുറേ തല്ല് കിട്ടിയാലും അവർക്കൊന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും വേറെ ആരും ഇല്ല, ഈ കുഞ്ഞ് തന്നെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ഈ സ്ഥാപനത്തിലേക്ക് ചെല്ലും. ഈ സ്ഥാപനത്തിൽ ചെന്നിട്ട് കുഞ്ഞിനെ കാണണമെന്ന് ആവശ്യപ്പെടും, ചില കുട്ടി ആവശ്യപ്പെടും, പക്ഷെ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സിസ്റ്റത്തിലല്ലോ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ അവിടെ ചെന്ന് വഴക്കിട്ടിട്ട് ഈ കുട്ടിയെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരും. കുട്ടിയെ തിരിച്ച് വിളിച്ചുകൊണ്ട് കഴിഞ്ഞാൽ വീണ്ടും ഈ കുഞ്ഞിനെ കൊണ്ട് റോഡിൽ നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് വീണ്ടും ഈ സ്ഥാപനത്തിൽ കൊണ്ടാക്കും. പക്ഷേ അത് 2-3 പ്രാവശ്യം കഴിയുമ്പോഴത്തേക്ക് ആ കുട്ടിയെ പിന്നെ ആ സ്ഥാപനത്തിന് പറ്റാതെ ആയിപ്പോകും. 5 കുട്ടികളുമായാണ് ചില്ല തുടങ്ങുന്നത്. ഇപ്പോഴുള്ളത് 15 പേർ. ഇതിനിടെ 4 തവണ വാടക വീട് മാറേണ്ടി വന്നു. ഇപ്പോൾ പൂജപ്പുരയ്ക്ക് സമീപമാണ് ചില്ല. കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ പറഞ്ഞുകൊടുക്കുന്നതിനായി 2 പെൺകുട്ടികളുണ്ട്. കുട്ടികൾക്കായി ഇവരും ജീവിതം സമർപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ചില്ലയിലെ കുടുംബം. ഇവിടെ അമ്മമാർക്ക് വരാം, കുട്ടികളോടൊപ്പം താമസിക്കാം. അനിലിൻ്റെയും റോജയുടെയും മകനും ഈ കുട്ടികൾക്കൊപ്പം തന്നെയാണ് വളരുന്നതും. ഇത് തുടങ്ങിയിട്ട് ഒരു 8 വർഷത്തോളമായി. അപ്പം അന്ന് നമുക്ക് കുട്ടി ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഞാൻ പ്രസവിക്കുന്നത്. അപ്പോഴും അതിനോടൊപ്പം വളരുന്നതിൻ്റെ ഒരു സുഖം ഞാൻ വേറെ തരത്തിൽ അനുഭവിക്കുന്നുണ്ട്.
ഒന്ന് ഒരു ഗ്രൂപ്പിൽ കുട്ടി വളരുമ്പോൾ അവൻ ഒരു സോഷ്യലൈസ് ചെയ്യപ്പെടുകയും ഷെയർ ചെയ്യാനോ ശീലിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടിയെ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് വേറൊരു തരത്തിൽ ഞാൻ അനുഭവിക്കുന്നില്ല. കാരണം ഒരു ഗ്രൂപ്പിനകത്ത് ആണ് അവൻ വളരുന്നത്. കുട്ടികളെ പാർപ്പിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുള്ള യാത്രക്കിടെയാണ് റോജയും അനിലും അടുത്തത്. 10 വർഷമായി ആ ബന്ധം ദൃഢമായി തുടരുന്നു, ഒരു താലിച്ചരടിന്റെ ബന്ധനം പോലുമില്ലാതെ. ചില്ലയെന്ന ആശയത്തിന് ഇരുവരുടെയും വീട്ടുകാർക്ക് ആദ്യം എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതെല്ലാം മാറി. വർഷത്തിൽ ഏറിയാൽ 10 ദിവസം മാത്രമാണ് ഇരുവരും ഒരുമിച്ച് ചില്ല വിട്ടുപോകുന്നത്. ഇന്ന് അനിലിനും റോജയ്ക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ: കുട്ടികളുടെ ഭാവി. കുട്ടികളിലെ മാറ്റം അമ്മമാരിലുമുണ്ടായി. 10ഓളം സ്ത്രീകൾ നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. നമ്മളിത് തുടങ്ങുന്നത് ഈ കുട്ടികളെ ഇപ്പം നിലവിൽ അവരനുഭവിക്കുന്ന സ്റ്റിഗ്മയെ ഓവർകം ചെയ്യാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അവർ നല്ല കോൺഫിഡൻ്റ് ഉള്ള ആളായിട്ട് ഒരു സമൂഹത്തിനെ വാർക്കുന്നതിൽ അവരും പങ്കാളികളാവുന്ന ആളുകളായിട്ട് അവരെ വളരാൻ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അമ്മമാരും അവർ ജീവിതത്തിൽ തഴയപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ വേറൊരു ഓപ്ഷൻ ഈ വീട് വഴി ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഒരു 9ഓളം സ്ത്രീകൾ അവർ സെക്സ് വർക്കേഴ്സ് അല്ലാതായി മാറുകയും അവർ മറ്റ് ജോലികളിൽ ഏർപ്പെടുകയും വളരെ സന്തോഷത്തോടു കൂടി കുട്ടികളോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഈ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു റീച്ച് എന്ന പോലെയാണ് ആ വർക്ക് വരുന്നത്. ചില്ലയെ ഒരു വലിയ ചാരിറ്റബിൾ സ്ഥാപനമാക്കി മാറ്റാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല. തങ്ങളെക്കൊണ്ട് കഴിയുന്നത്ര കുട്ടികൾക്ക് നല്ലൊരു ഭാവിയുണ്ടാകണം, അത്രമാത്രം. അതിന് പണം വേണം. ചില്ലയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ ഇവരുടെ കടബാധ്യതകളും ഏറുന്നു. നമ്മളെപ്പോഴും ഇങ്ങനെ തുടക്കം മുതൽ ഇപ്പോഴും ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള പണത്തിൻ്റെ ഒരു 10-50% നമുക്കെപ്പോഴും കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ സുഹൃത്തുക്കളോട് കടം മേടിക്കുകയും അങ്ങനെയൊക്കെയാണത് പോകുന്നത്. ഒരു 10-50%-നപ്പുറം പണം നമുക്ക് കണ്ടെത്താൻ എപ്പോഴും പാടാണ്. അനിലും റോജയും ഒരുക്കിയിരിക്കുന്ന ഈ സ്നേഹക്കൂട് ഒട്ടേറെ പേർക്ക് അത്താണിയാണ് ഇന്ന്. വേറിട്ട സേവനപാത, ജീവിതപാത തിരഞ്ഞെടുത്ത ഇരുവർക്കും നന്മകളും വിജയങ്ങളും നേരുന്നു.